ഹലോ ഹായ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ, ജഗദീഷ്, അശോകൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സിനിമ കണ്ടിറങ്ങി. ഡയറക്ട് ബൈ ദിൻജിത്ത് അയ്യത്താൻ. കഥ, തിരക്കഥ, ക്യാമറ ചെയ്തിരിക്കുന്നത് ബാഹുൽ രമേശ്. സാധാരണ കഥയും തിരക്കഥയും എഴുതുന്ന ആള് ക്യാമറ ചെയ്യുന്നതായിട്ട് അധികം നമുക്ക് അറിവില്ല. പക്ഷെ ഇതിൽ കഥയും തിരക്കഥയും ഒപ്പം സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ബാഹുൽ രമേശ് ആണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് സൂരജ് എസ്, അതുപോലെ തന്നെ മുജീബ് നജീബാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടിലൻ സിനിമ എന്ന് പറഞ്ഞാൽ കിടിലൻ സിനിമ. എനിക്ക് തോന്നുന്നു ഈ വർഷം ഇറങ്ങിയതിൽ, മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ്. അതാണ് ഒറ്റ വാക്കില് കിഷ്കിന്ദ കാണ്ഡത്തിനെ കുറിച്ച് പറയുന്നത്. ഗംഭീര സ്ക്രിപ്റ്റ്. ഇതെന്താ ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്തൊക്കെ അവരുടെ ഇന്റർവ്യൂവിനകത്ത് അവർ പറഞ്ഞിരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവരുടെ ഒരു കോൺഫിഡൻസിന് ആധാരം എന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നു. ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ അവരുടെ കോൺഫിഡൻസ് എന്താണെന്ന് മനസ്സിലായി. ഗംഭീരമായ സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് ഏറ്റവും ബേസ് ഉറച്ചാലാണല്ലോ സിനിമ കെട്ടിപ്പോകാൻ പറ്റുള്ളൂ. അത് ഈ സ്ക്രിപ്റ്റ് ഗംഭീര സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് ഏറ്റവും പോസിറ്റീവായിട്ട് സിനിമയിൽ അനുഭവപ്പെട്ടത് വളരെ പെട്ടെന്ന് തന്നെ സിനിമയുടെ പ്രധാന സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ പ്രധാന ഒരു പശ്ചാത്തലത്തിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട് സിനിമ. അത് സ്ക്രിപ്റ്റിന്റെ ക്വാളിറ്റി കൊണ്ടാണെന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെയാണ് എന്താ പറയാ, ടെക്നിക്കൽ പരിപാടികളെല്ലാം തന്നെ. ഡയറക്ഷൻ ഗംഭീരമായിട്ടുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥയും തിരക്കഥയും എഴുതിയ ആള് തന്നെ ക്യാമറ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട്, അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആൾക്ക് കൃത്യമായിട്ട് ഒരു വിഷൻ ഉണ്ടാവുമല്ലോ. അത് ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഗുണപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമ ഒരു ഭൂരിഭാഗം കാടിലാണ്. കാടിന്റെ ഒരു പശ്ചാത്തലത്തില്, കാടിന്റെ ഉള്ളില് ഒരു ഒറ്റപ്പെട്ട ഒരു വീട്, ആ വീട്ടിലാണ് കഥ നടക്കുന്നത്. ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാല് ചുറ്റും അങ്ങനെ വീടുകളൊന്നുമില്ല. ആ വീട്ടിലാണ് പ്രധാന കഥാപാത്രങ്ങളുള്ള കഥ നടക്കുന്നത്. അപ്പോ ആ കാടിന്റെ മനോഹാരിതയൊക്കെ ഗംഭീരമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ ചെയ്ത ആള് തന്നെ ക്യാമറ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം സിനിമക്ക് കിട്ടിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കളറിങ് ഉൾപ്പെടെ എല്ലാം ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ മ്യൂസിക് പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ത്രില്ലർ സ്വഭാവം സിനിമക്ക് ഉണ്ട്. അപ്പോ അത് അത് നമ്മുടെ സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ട് എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിജയരാഘവന് കൊടുത്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, വിജയരാഘവന്റെ ഒരു പരിപാടികളെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്കോർ പോകുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ കഥാപാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു സ്ട്രോങ് പോയിന്റുകൾ ഉണ്ടാവുമല്ലോ, ആ പോയിന്റുകൾ വെച്ചിട്ടുള്ള എന്താ പറയാ കാസ്റ്റിംഗ് ആണ്. അപർണ ബാലമുരളി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആസിഫ് അലി, വിജയരാഘവൻ, അശോകൻ, ജഗദീഷ് കുറെ കൂടി സ്പേസ് ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അധികം സ്പേസ് ഇല്ല, പക്ഷെ ഉള്ളത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ഒരു ആസിഫ് അലി ചിത്രം എന്നതിനപ്പുറത്തേക്ക് ഒരു വിജയരാഘവൻ ചിത്രം എന്ന് ആണ് എനിക്ക് നോക്കി കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തമിഴില് വിജയകാന്ഡം എന്ന് പറഞ്ഞു കൊടുത്തതും. ഒരു ഫുൾ ഓഫ് ഒരു വിജയരാഘവന്റെ ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ളവരൊന്നും മോശമാണെന്നല്ല, കൂടുതൽ കണക്ട് ആവുന്ന ഒരു ക്യാരക്ടർ വിജയരാഘവന്റെയാണ്. അത് ഒരു റിട്ടയർഡ് ജവാൻ അല്ലെങ്കിൽ റിട്ടയർഡ് ആർമി ഓഫീസർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിജയരാഘവൻ ചെയ്യുന്നത്. അപ്പുപിള്ള എന്ന് പറയുന്ന ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ മകനായിട്ട് ഫോറസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ആസിഫ് അലി വരുന്നു. ആസിഫ് അലിയുടെ ഭാര്യയായിട്ട് അപർണ ബാലമുരളി വരുന്നു. അവിടുന്ന് അവരുടെ കല്യാണം നടക്കുന്ന സിറ്റുവേഷനിൽ നിന്നാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ സിനിമയിലേക്ക് ഇൻവോൾവ് ആക്കുന്നു സ്ക്രിപ്റ്റ്. എന്താ പറയാ, പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നു. വിജയരാഘവനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന സംഭവം നടക്കുന്നു. ഒരു മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, സ്പോയിലർ ആവും. അപ്പോൾ ആ പ്രധാനപ്പെട്ട സംഭവത്തിൽ നിന്ന് അവിടെ നിന്ന് കണക്ട് ചെയ്ത് ക്ലൈമാക്സിലേക്ക് എത്തുന്നു. ക്ലൈമാക്സിൽ അത്രയും നേരം വളരെ എൻഗേജ്ഡ് ആയിട്ട്, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമ ക്ലൈമാക്സിൽ ഒരു പക്ഷേ ഈ സാധനം എന്താ പറയാ, ഒരു ഫ്ലാറ്റായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാമായിരുന്നു. എനിക്ക് തോന്നിയിരുന്നു, അയ്യോ അവസാനം കൊണ്ട് ഈ കല മുടക്കുന്ന പരിപാടി ആയല്ലോ എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോഴേക്കും, എന്ന് വെച്ചാൽ സ്പോയിലർ ഇല്ലാതെ പറയാം, ഒരു പ്രധാന സംഭവത്തിന്റെ ചുരുളഴിയുന്ന ഒരു രംഗമാണ്. ആ ചുരുളഴിയുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കാരണം എന്താണെന്നുള്ളത് വളരെ ഫ്ലാറ്റ് ആയിട്ട് അവതരിപ്പിച്ചു. പക്ഷെ അവിടെ തീരുന്നില്ല ക്ലൈമാക്സ്.
അത് പ്രധാനപ്പെട്ട കഥാപാത്രം അത് മനസ്സിലാക്കിയിട്ട് അവിടെ പറയുന്ന കുറച്ച് ഡയലോഗ് ഉണ്ട്. അവിടെ ക്ലൈമാക്സ് കുറേയും കൂടി ഹൈയിലേക്ക് വരുന്നു. അവിടെയാണ് സിനിമക്ക് കയ്യടി കിട്ടുന്നത്. ക്ലൈമാക്സ് നമ്മൾ അറിയാതെ കയ്യടിച്ചു പോകും ആ ഡയലോഗിന്. ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. സിനിമയ്ക്ക് എന്തുകൊണ്ടായിരിക്കും കിഷ്കിന്ദ കാണ്ഡം എന്ന് പേര് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നു. അത് സിനിമ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ കുരങ്ങന്മാർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ഒരു പേരിട്ടിട്ടുള്ളത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു ഘട്ടത്തിൽ നമുക്കൊരു ഫീൽ ഗുഡ് സിനിമയായിട്ട് തോന്നാം, ഒരു ഘട്ടത്തിൽ ഒരു ത്രില്ലർ സിനിമ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി സിനിമ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെയാണ്. ഫീൽ ഗുഡ് ഇമോഷണൽ പരിപാടികൾ വരുന്ന സ്ഥലത്ത് അതിഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അടുത്തത് എന്തായിരിക്കും, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവിടെ ഗംഭീരമായിട്ടുള്ള ട്രാക്ക്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം അത് രസമാവുമെന്ന് എനിക്കറിയില്ല. ആ വലിയ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിച്ചിരിക്കുന്നത് രീതി നമുക്ക് കുറെ കൂടി കണക്ട് ആവും. അതുപോലെ തന്നെ ഈ പറയുന്ന കാടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിഗംഭീരമായിട്ടാണ്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.